ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അതായത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. നമുക്ക് നേരെ പ്രോബ്ലംസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യമേ പ്രൂവ് ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഒരു ഇക്വേഷൻ 2 പാർട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എ എന്നാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പാർട്ട് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? LHS. എന്തോടെ? LHS. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു പാർട്ട് നമ്മൾ എന്ത് പറയും? RHS എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ LHSൽ തുടങ്ങി നമ്മളെവിടെ വന്നെത്തണം? RHSൽ വന്നെത്തണം. അല്ലെങ്കിൽ RHSൽ തുടങ്ങി നമ്മളെവിടെ വന്നെത്തണം? LHSൽ വന്നെത്തണം. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ LHS ആരാണ്? LHS ഈക്വൽ ടു കോസ് എ ഇൻറ്റു എന്താണ്? ടാൻ എ. ഇവിടെ കോസ് എ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ടാൻ എക്ക് ഞാൻ എന്താണ്? സൈൻ എ ബൈ കോസ് എ എന്ന ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സൈൻ എ ബൈ എന്താണ്ട? കോസ് എ. ഇവിടെ ആരൊക്കെ ക്യാൻസലായി പോവും? ഈ ഒരു കോസ് എയും ഈ ഒരു കോസ് എയും ഇവിടെ എന്തായി പോവും? ക്യാൻസലായി പോവും. ബാക്കി ഞാൻ അവിടെ ആൻസർ മാത്രം എന്ത് മാത്രം കിട്ടും? സൈൻ എ എന്ന് മാത്രം കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു RHS. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? ആൻസർ എത്തി. അടുത്ത സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് എ ഇൻറ്റു ടാൻ എ ഇൻറ്റു കൊസീക്ക് എ ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യുക. അത് നമുക്ക് LHS പാർട്ട് എടുക്കാം. LHS ഈക്വൽ ടു എന്താണ്? കോസ് എ ഇൻറ്റു ടാൻ എ ഇൻറ്റു കൊസീക്ക് എ. കോസ് എ അങ്ങനെ തന്നെ നിൽക്കട്ടെ. കോസ് എ ഇൻറ്റു ടാൻ എ എന്ന് പറയുന്നത് എന്താ? സൈൻ എ ബൈ എന്താണ്? കോസ് എ ഇൻറ്റു കൊസീക്ക് എ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ സൈൻ എ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സൈനെയും ഈ ഒരു സൈനെയും കൂടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഈ ഒരു കോസയും ഈ ഒരു കോസയും കൂടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് ഏത് ആൻസർ മാത്രം വരും? 1 എന്നുള്ള RHS മാത്രം നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, സൈൻ എ ഇൻറ്റു ടാൻ എ ഇൻറ്റു കൊസി സ്ക്വയർ എ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പ്രൂവ് ചെയ്യണം? സീക്ക് എ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് LHS പാർട്ട് എടുക്കാം. LHS പാർട്ട് ആരാണ്ടാ? സൈൻ എ ഇൻറ്റു ടാൻ എ ഇൻറ്റു കൊസീക്ക് സ്ക്വയർ എ. അപ്പോൾ സൈൻ എ എന്ത് തന്നെ നിൽക്കട്ടെ? സൈൻ എ എന്ന് തന്നെ നിൽക്കട്ടെ. ടാൻ എ എന്ന് പറയുന്നത് എന്താണ്ടാ? സൈൻ എ ബൈ കോസ് എ. കൊസി സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്ടാ? 1 ബൈ സൈൻ സ്ക്വയർ എ. അപ്പോൾ ഇവിടുത്തെ ഒരു സൈനും ഇവിടുത്തെ ഒരു സൈനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. ഇവിടുത്തെ ഒരു സൈനും ഈ ഒരു സൈനും കൂടെ വെട്ടാം. അതായത് മുകളിൽ 2 സൈനുണ്ട്, താഴെ എത്ര സൈൻ ഉണ്ടാ? 2 സൈനുണ്ട്. അതൊന്നും ക്യാൻസലായിപ്പോയി. ഇനി ബാക്കി ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ആരൊക്കെയാണ്? 1 ബൈ കോസ് എ എന്നാണ്. 1 ബൈ കോസ് എ എന്ന് പറയുന്നത് ആരാണ്ട്? അത് സീക്ക് എ ആണ്. നമ്മൾ എത്തിയില്ലേ? RHSൽ നമ്മൾ എത്തിയില്ലേ? അടുത്ത ദിവസം നോക്കിക്കടാ, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഏടാ. നമുക്ക് ആദ്യം ഇതിൻ്റെ LHS പാർട്ട് എടുക്കാം. ഇതിൻ്റെ LHS പാർട്ട് ആരാണ്? LHS പാർട്ട് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നമ്മൾ RHSലേക്ക് നോക്കുമ്പോൾ അവിടെ സൈൻ മാത്രമേ ഉള്ളൂ അല്ലേ? കോസ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഈ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നോക്കണം. ഇതാ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പഠിച്ചു. അതിൽ നിന്ന് കോസ് സ്ക്വയർ തീറ്റ എന്താണ് നമ്മൾ പഠിച്ചു വെച്ചത്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംഭവമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റയ്ക്ക് വരെ ഞാൻ ആരെ കൊടുക്കുകയാണ്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഇവിടെ ഞാൻ ആരുണ്ട്? സൈൻ സ്ക്വയർ തീറ്റയുണ്ട്. അതായത് ഈ ഒരു കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരമാണ് ഞാൻ ആരെ കൊടുത്തത്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കൊടുത്തത്. മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അതുപോലെ ഇവിടെ കിടപ്പുണ്ട്. കണ്ട? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കോസ് സ്ക്വയർ തീറ്റയ്ക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് ഏത്? ഇത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റ ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ? ബാക്കി നിങ്ങൾ നോക്കിക്കേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? മൈനസ് എക്സ് മൈനസ് എക്സ്. ആൻസർ എന്താണ്? മൈനസ് 2x അല്ലേ? അതുപോലെ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ് ആൻസർ? മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ് ഇസ് ഈക്വൽ ടു RHS. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.
അടുത്ത ദിവസം നോക്കിക്കടാ സൈൻ എക്സ് ടാൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് നമുക്ക് എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം. ഞാൻ ഇപ്പം എൻ്റെ എൽ എച്ച് എസ് എന്താണ് എടുത്തു. എൽ എച്ച് എസ് ആരാണ് സൈൻ എക്സ് ടാൻ എക്സ് പ്ലസ് കോസ് എക്സ് എടുത്തു. ദാറ്റ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കടാ സൈൻ എക്സ് അതുപോലെ തന്നെ എഴുതി. അതുപോലെ ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണല്ലേ. പ്ലസ് എന്താണ് കോസ് എക്സ്. കോസിന് കോസ് ബൈ 1 എന്ന് എടുക്കുകയാണേ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്താ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ്. ഇവിടെ ബൈ കോസ് എക്സ് വരാനായിട്ട് മുകളിലും താഴെ എന്ത് ചെയ്യണം ഞാൻ ഒരു കോസ് എക്സ് കൂടെ എന്താണ് എക്സ്ട്രാ ഇൻറ്റു ചെയ്യണം. അപ്പോൾ മുകളിൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താവും കോസ് സ്ക്വയർ എക്സും താഴെ എന്താവും 1 ഇൻറ്റു കോസ് എക്സ് എന്താ കോസ് എക്സും ആണ്. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിമായി ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക അതുപോലെ തന്നെ എഴുതുക. കോസ് എക്സ് അതുപോലെ എഴുതുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് എന്താണ് കോസ് സ്ക്വയർ എക്സ് എന്ത് കിട്ടും ആൻസർ 1 ആണ്. 1 ബൈ കോസ് എക്സ് പഠിച്ചില്ലേ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ് 1 അല്ലേ. അതുപോലെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ 1 ആണ്. ഇപ്പോൾ 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് ആരാണ്ട് അത് സീക്ക് എക്സ് ആണ്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ആർ എച്ച് എസ് അതല്ലേ പറയുന്നത്. അപ്പോൾ സീക്ക് എക്സ് അതായത് ആർ എച്ച് എസ് എന്നുള്ള ആൻസർ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ നമുക്ക് ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. സീക്ക് എക്സ് കൊസീക്ക് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എൽ എച്ച് എസ് എടുക്കാം. ഇവിടെ എൽ എച്ച് എസ് ആരാണ് ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ് ആണ്. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ആരാണ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് കോട്ട് എക്സ് എന്ന് പറയുമ്പോൾ ആരാണ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഡിനോമിനേറ്റർ ഒന്നും സെയിം അല്ല. നമുക്ക് എന്ത് ചെയ്യാം അതിനെ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യാം ഇൻറ്റു. എങ്ങനെ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യും ഇതിനെ ഇതുമായിട്ടും ഇൻറ്റു ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും ആൻസർ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്താ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണ് കോസ് സ്ക്വയർ എക്സ്. താഴെ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് നമുക്ക് എന്ത് എഴുതാം അതിനെ അങ്ങനെ തന്നെ എഴുതാം കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇവിടെ നിങ്ങൾ വീണ്ടും പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആൻസർ എന്താണ് 1. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തേ പറഞ്ഞു നമുക്ക് എന്താണ് നമ്മൾ പ്രൂഫ് ലെവൽ ക്വസ്റ്റ്യൻസിലെല്ലാം ഇത് കയറി വരും എന്ന് പറഞ്ഞില്ലേ. ഇതാ വരുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇനിയും വരും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ആൻസർ എന്താണ് 1 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം 1 ബൈ കോസ് എക്സ് സൈൻ എക്സ്. നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം 1 ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്ട് അത് സീക്ക് എക്സ് ആണ്. സീക്ക് എക്സ് ഇൻറ്റു 1 ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് കൊസീക്ക് എക്സ് ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെയധികം ഈസിയാണ് ഈ ഒരു പ്രോബ്ലം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു നമുക്ക് പ്രൂവ് ചെയ്യണം കോസ് സ്ക്വയർ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം എൽ എച്ച് എസ് പാർട്ട് എടുക്കാം. എൽ എച്ച് എസ് പാർട്ട് ആരാണ് സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് മൈനസ് സൈൻ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 1 ബൈ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഞാൻ ബൈ 1 എന്ന് കൊടുക്കുകയാണേ. അവിടെ ക്രോസ് ചെയ്യണം അതിനകത്ത്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു 1 ഇൻറ്റു 1 അല്ലേ ഏതാണ് 1 ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു 1. അപ്പോൾ 1 ഇൻറ്റു 1 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു 1 എന്താ സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഈ സൈൻ എക്സും ഈ ഒരു സൈൻ എക്സും നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് വരുന്ന ആരാണ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നൊരു ആൻസർ വരികയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഈ 1ന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം നമുക്ക്. 1ന് പകരം നമുക്ക് എന്താണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ് 1 അല്ലേ. അപ്പോൾ ഈ 1ന് പകരം ഞാൻ ആരെ കൊടുത്തു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സും കൊടുത്തു. ബാക്കി മൈനസ് സൈൻ സ്ക്വയർ എക്സിന് എന്ത് ചെയ്തു അങ്ങനെ തന്നെ എഴുതി. അതായത് ഈ 1 എന്തായിട്ട് മാറി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആയിട്ട് മാറി. ഇത് ഇതായിട്ട് മാറി. സൈൻ സ്ക്വയർ എക്സ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കണ്ടോ അതിന് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സൈൻ സ്ക്വയർ എക്സും ഈ ഒരു മൈനസ് സൈൻ സ്ക്വയർ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഫൈനൽ നമുക്ക് എന്ത് കിട്ടും കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. നമുക്ക് അതല്ലേ ഇവിടെ വേണ്ടത് ആൻസർ കോസ് സ്ക്വയർ എക്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി സി സ്ക്വയർ തീറ്റ പ്ലസ് കൊസി സ്ക്വയർ തീറ്റ ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസി സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എല്ലാ ചെസ് പാർട്ട് എടുത്ത് ഏതാണ്ടാ സി സ്ക്വയർ തീറ്റ പ്ലസ് കൊസി സ്ക്വയർ തീറ്റ. നമുക്കിവിടെ സി സ്ക്വയർ തീറ്റയ്ക്ക് ഒരു എന്ത് കൊടുക്കാം 1 ബൈ
കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. അതുപോലെ കൊസി സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin സ്ക്വയർ തീറ്റ. നമുക്കിവിടെ എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1 × sin സ്ക്വയർ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 × കോസ് സ്ക്വയർ തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ബൈ എന്താണ്? ബൈ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ അല്ലേ? കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാലും സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ രണ്ടും എന്തിനടാ? സെയിം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. 1/sin സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇതിനങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 1/sin സ്ക്വയർ തീറ്റ എന്നും ഇൻറ്റു 1/cos സ്ക്വയർ തീറ്റ എന്നും രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 1/sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? കൊസീക്ക് സ്ക്വയർ തീറ്റ ഇൻറ്റു 1/cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സി സ്ക്വയർ തീറ്റ. ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അതല്ലേ? സി സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസി സ്ക്വയർ തീറ്റ. അതിവിടെ തിരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എന്താണ്? സി സ്ക്വയർ തീറ്റ ഇൻറ്റു എന്താണ്? മൈനസ് അല്ല, ഇൻറ്റു ആണ്. എവിടെ കേട്ടോ? സി സ്ക്വയർ തീറ്റ ഇൻറ്റു എന്താണ്? കൊസി സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. എന്ത് ഈസിയാണ്. ഇവിടെ LHS നോക്കിയേ. 1 + cos തീറ്റ ബൈ സൈൻ തീറ്റ. നമുക്കതിന് എന്തിലോട്ട് എത്തിക്കണം? സൈൻ തീറ്റ ബൈ 1 - cos തീറ്റയിലോട്ട് എത്തിക്കണം അല്ലേ? ഇവിടെ താഴെ 1 - cos തീറ്റയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മുകളിലും താഴെയും ഈ 1 + cos തീറ്റയില്ലേ? അപ്പോൾ 1 - cos തീറ്റ കൊണ്ട് എന്ത് ചെയ്യണമെന്ന്? മുകളിലും താഴെ അങ്ങ് ഇൻറ്റു ചെയ്യണേ. അപ്പോൾ മുകളിൽ എന്താവും? മുകളിൽ 1 + cos തീറ്റ ഇൻറ്റു 1 - sin തീറ്റ. അതായത് A + B ഇൻറ്റു A - B. ആൻസർ എന്താണ്ടാ? A² - B² എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? അത് 1² - എന്തെന്നാവും? കോസ് സ്ക്വയർ തീറ്റ എന്നാവും. എന്താണ്? 1² - cos സ്ക്വയർ തീറ്റ. താഴെ എന്തായിരിക്കും? താഴെ സൈൻ തീറ്റ ഇൻറ്റു 1 - cos തീറ്റ. അതിൽ 1² എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? 1 - cos സ്ക്വയർ തീറ്റ. 1 - cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് എവിടെ കിടപ്പുണ്ട്? ആരാണത്? 1 - cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ മുകളിൽ 1 - cos സ്ക്വയർ തീറ്റ നമുക്ക് ആരെ എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു 1 - cos തീറ്റ എന്ന് എഴുതാം. താഴത്തെ ഒരു സൈൻ തീറ്റയും മുകളിലത്തെ ഒരു സൈൻ തീറ്റയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ സൈൻ തീറ്റ ബൈ 1 - cos തീറ്റ എന്ന് ആൻസർ കിട്ടും. അതല്ലേ RHS? ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അതിന് LHS പാർട്ട് നോക്കി. സൈൻ തീറ്റ ബൈ 1 + cos തീറ്റ പ്ലസ് 1 + cos തീറ്റ ബൈ സൈൻ തീറ്റ. ഞാൻ ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യാൻ പോവുകയാണേ. സൈൻ തീറ്റ കൊണ്ടും 1 + cos തീറ്റ 1 + cos തീറ്റ കൊണ്ടും 1 + cos തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ത് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 + cos തീറ്റ ഇൻറ്റു 1 + cos തീറ്റ. രണ്ടും ഒരേ സാധനമല്ലേ? അപ്പോൾ എന്തായിട്ട് മാറും? അത് 1 + cos തീറ്റ ഹോൾ സ്ക്വയർ ആവും. താഴെ 1 + cos തീറ്റ ഇൻറ്റു എന്താണ്? ഇൻറ്റു സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 + cos തീറ്റ ഹോൾ സ്ക്വയർ A + B ഹോൾ സ്ക്വയർ. എന്താണ് ആൻസർ? പറഞ്ഞോ. A² + 2AB + B². അപ്പോൾ എങ്ങനെ മാറും? 1² + 2 × 1 × cos തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? 2 cos തീറ്റ പ്ലസ് എന്താണ്ടാ? cos സ്ക്വയർ തീറ്റ ഓൾ ഡിവൈഡ് ബൈ 1 + cos തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ മുകളിൽ നിങ്ങളിവിടെ നോക്കി. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്തായിരിക്കും ആൻസർ? 1 ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് അവിടെ 1 ആയിട്ട് മാറും. 1 + 1 സ്ക്വയറിൻ്റെ വാല്യൂ 1 + 2 cos തീറ്റ. അതായത് ഈ ഒരു സൈൻ സ്ക്വയർ തീറ്റയും ഈ ഒരു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആയിപ്പോയി. ഇനി ഇവിടെ ഈ 1 സ്ക്വയറും 2 cos തീറ്റയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? എഴുതാനുള്ളൂ. അപ്പോൾ 1 + 1 സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്ടാ? 1 ആണ്. 2 cos തീറ്റ അതുപോലെ തന്നെ ഉണ്ട്. 2 cos തീറ്റ. നെക്സ്റ്റ് വൺ
1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു എന്താണ് സൈൻ തീറ്റ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 എത്രയുണ്ട് 2 പ്ലസ് 2 കോസ് തീറ്റ ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് രണ്ട് ടേം ഉണ്ട്. ആ രണ്ട് നമുക്ക് 2നെ എന്ത് ചെയ്യാം അങ്ങ് പുറത്തെടുക്കാം. 2നെ പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടും. താഴെ ആരുണ്ട് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നല്ലേ. അപ്പോൾ ഈ ഒരു 1 പ്ലസ് കോസ് തീറ്റയും ഈ ഒരു 1 പ്ലസ് കോസ് തീറ്റയും നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. നമുക്ക് എന്ത് ആൻസറാണ് കിട്ടേണ്ടത് 2 കോസിക് തീറ്റ എന്നല്ലേ. അപ്പോൾ ഇവിടെ ഇനി ബാക്കിയുള്ള എന്താണ് 2 ബൈ സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ 1 ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് തീറ്റയാണല്ലേ. അപ്പോൾ 2 കൊസീക് തീറ്റ എന്ന് പറയുന്ന RHS നമുക്ക് എന്ത് ചെയ്യും കിട്ടും. എടാ ക്വസ്റ്റ്യൻ നോക്കി പ്രൂവ് ദാറ്റ് സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈക്വൽ ടു 1 ബൈ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലോട് നോക്കുമ്പോൾ ഇവിടെ ആരുണ്ട് ഡിനോമിനേറ്ററിൽ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റയിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം ഒരു ബൈ 1 കൊടുത്തിട്ട് മുകളിലും താഴെ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവുകയാണ് ഒരു സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ മുകളിലും താഴെ ഇൻറ്റു ചെയ്യാൻ പോവുകയാണ്. കാരണം ഓൾറെഡി RHS കിടപ്പുണ്ടല്ലേ താഴെ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം മുകളിലും താഴെ അങ്ങ് ഇൻറ്റു ചെയ്തു. അപ്പോൾ മുകളിൽ എന്ത് കിട്ടും നമുക്ക് ആൻസർ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആൻസർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടും ആൻസർ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഓൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ തന്നെയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചു സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണ്ടാ അത് 1 അല്ലേ. സോ ആൻസർ എന്ത് കിട്ടും 1 ബൈ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. ദാറ്റ് ഇസ് ഈക്വൽ ടു RHS. വളരെ ഈസി ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ കൊസിക് എ ബൈ കൊസിക് എ മൈനസ് 1 പ്ലസ് കൊസിക് എ ബൈ കൊസിക് എ പ്ലസ് 1 നമുക്കിവിടെ എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കൊസിക് എ കൊണ്ട് എന്ത് ചെയ്യണം ഇതിനെ ഇൻറ്റു ചെയ്യുക ഇതിനെ ഇൻറ്റു ചെയ്യുക ഇതിനെ ഇൻറ്റു ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. കൊസിക് എ ഇൻറ്റു ഫസ്റ്റ് വൺ എന്താ കൊസിക് എ ഇൻറ്റു കൊസിക് എ പ്ലസ് 1 പ്ലസ് വീണ്ടും കൊസിക് എ ഇൻറ്റു കൊസിക് എ മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ താഴെ എന്താ കൊസിക് എ മൈനസ് 1 ഇൻറ്റു കൊസിക് എ പ്ലസ് 1. നമുക്കിത് പരസ്പരം എന്ത് ചെയ്യാം ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കൊസിക് എ ഇൻറ്റു കൊസിക് എന്തായിരിക്കും കൊസിക് സ്ക്വയർ എ പ്ലസ് കൊസിക് എ ഇൻറ്റു 1 എന്താണ് കൊസിക് എ പ്ലസ് കൊസിക് എ ഇൻറ്റു കൊസിക് എന്താണ് കൊസിക് സ്ക്വയർ എ കൊസിക് എ ഇൻറ്റു മൈനസ് 1 മൈനസ് കൊസിക് എ ഓൾ ഡിവൈഡ് ബൈ താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ് ആൻസർ. അപ്പോൾ കൊസിക് എ പ്ലസ് 1 ഇൻറ്റു കൊസിക് എ മൈനസ് 1 ആൻസർ എന്താണ് കൊസിക് സ്ക്വയർ എ മൈനസ് 1 സ്ക്വയർ. ഇവിടെ മൈനസ് കൊസിക് എയും പ്ലസ് കൊസിക് എയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും കൊസി സ്ക്വയർ എ പ്ലസ് കൊസി സ്ക്വയർ എ എന്താണ് ആൻസർ 2 കൊസി സ്ക്വയർ എ 2 കൊസിക് സ്ക്വയർ എ ഓൾ ഡിവൈഡ് ബൈ നോക്കട്ടെ കൊസി സ്ക്വയർ എ മൈനസ് 1 സ്ക്വയർ. അതായത് കൊസി സ്ക്വയർ എ മൈനസ് 1 നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് കൊസി സ്ക്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു എന്താണ് കോഡ് സ്ക്വയർ തീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ കൊസി സ്ക്വയർ എ മൈനസ് 1 സ്ക്വയറിന് പകരം നമുക്ക് ആരെ എടുത്ത് അപ്ലൈ ചെയ്യാം അവിടെ കോഡ് സ്ക്വയർ തീറ്റ എന്ത് ചെയ്യാം തീറ്റ അല്ല ഇവിടെ ആംഗിൾ എ അല്ലേ. അപ്പോൾ കോഡ് സ്ക്വയർ ആംഗിൾ എ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. നമുക്കിതിനെ പ്രൂവ് ചെയ്ത് എത്തിക്കേണ്ട ഏതിലോട്ടാണ് 2 സീക് സ്ക്വയർ എയിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതിനെ പ്രൂവ് ചെയ്ത് എന്ത് ചെയ്യേണ്ടത് കൊണ്ടെത്തിക്കേണ്ടത്. ഓക്കെ അപ്പോൾ 2 ഇൻറ്റു കൊസി സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താ 1 ബൈ സൈൻ സ്ക്വയർ എ ബൈ കോഡ് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താ കോസ് സ്ക്വയർ എ ബൈ
സൈൻ സ്ക്വയർ എ. അപ്പോൾ മുകളിലൊരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ സൈൻ സ്ക്വയർ എയും താഴത്തെ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിലും ആഡ് ചെയ്യാനാണ് സൈൻ സ്ക്വയർ എയാണ്. അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ എയും സൈൻ സ്ക്വയർ എയും കൂടെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസറാണ് 2 കോസ് സ്ക്വയർ എ, 2 ബൈ കോസ് സ്ക്വയർ എ. അപ്പോൾ 2 ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് ആരാണ്ട് അത് സി സ്ക്വയർ എ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു RHS. അത്രയേ ഉള്ളൂ. ആദ്യ ദിവസം നോക്കി പ്രൂവ് ദാറ്റ് √1 പ്ലസ് സൈൻ എ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എ ഈക്വൽ ടു CK പ്ലസ് ടാൻ എ നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാണ്, മുകളിലും താഴെ എന്ത് ചെയ്യണം, താഴെ 1 മൈനസ് സൈൻ എ അല്ലേ, മുകളിലും താഴെ എന്ത് ചെയ്യേണ്ട, ഒരു 1 പ്ലസ് സൈൻ എ കൊണ്ട് മുകളിലും താഴെ എക്സ്ട്രാ ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ മുകളിൽ എന്താവും, താഴെ എന്താവും, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് മുകളിൽ എന്താവൂടാ 1 പ്ലസ് സൈൻ എ ഓൾ സ്ക്വയർ എന്നും താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആൻസർ എന്താണ്, എ സ്ക്വയർ, അതായത് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ എന്നാവും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഓൾ സ്ക്വയർ ബൈ ഇവിടെ എന്താണ് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ. എന്താണ് അതിൻ്റെ ആൻസർ എന്ന് നമുക്കറിയാം. എന്താണ് ആൻസർ, കോസ് സ്ക്വയർ എ ആണ്. ഈ റൂട്ട് രണ്ടിനും നമുക്ക് കൊടുക്കാം. രണ്ടിനും കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, റൂട്ട് 1 പ്ലസ് സൈൻ എ ഓൾ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ റൂട്ട് കോസ് സ്ക്വയർ എ. സ്ക്വയർ റൂട്ട് എടുത്തത് എന്തായി പോയത്, ക്യാൻസലായി പോയിട്ട് ഇവിടെ ആര് വരും, 1 പ്ലസ് സൈൻ എ എന്നും താഴെ റൂട്ടും സ്ക്വയറും എടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും, കോസ് എ എന്നും വരും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, CK പ്ലസ് ടാൻ എ അല്ലേ. നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്ന് എഴുതാം. അപ്പോൾ 1 ബൈ കോസ് എ എന്ന് പറയുന്നത് ആരാണ്ട്, അത് CK പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്ന് പറയുന്നത് എന്താണ്ട്, ടാൻ എ ഇസ് ഈക്വൽ ടു RHS. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണേ. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം, എന്നാൽ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ LHS അടുത്ത് എഴുതിയിട്ടുണ്ട്. അതിലെന്താണ്, ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ മൈനസ് ഇവിടെ 1 ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് നമുക്കറിയാം കൊസീക് സ്ക്വയർ തീറ്റ, കൊസീക് സ്ക്വയർ അല്ല നമുക്ക് വേണ്ടത്, നമുക്കിവിടെ എന്താണ് ടാൻ സീക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ വേണം എടുക്കാനുള്ളത്. എന്താണ്, സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 അല്ലേ. ഇവിടുത്തെ 1 പറഞ്ഞാൽ എന്ത് അപ്ലൈ ചെയ്തു, സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുത്തു. താഴെ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1 അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ഇങ്ങനെ എഴുതാമല്ലോ നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ എഴുതുകയാണ്. എന്താണ്, സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്ന് എഴുതി, ഓൾ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1. ഇതിനെ കൂടെ ഒന്ന് പെയർ ചെയ്യണേ. എടാ മുകളിൽ എത്ര ടേം ഉണ്ടോ, മുകളിൽ 2 ടേമാണ്. ഇതൊരു ടേം, ഇത് ഇത്രയും ഒരു ടേം, ഇങ്ങനെ 2 ടേമുണ്ട്. ഈ 2 ടേമിലും കോമൺ ആയിട്ട് വരുന്ന ആളാണ് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റയും ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റയും. കാണുന്നുണ്ടോ, ഇത് രണ്ടും സെയിം സാധനം, ഇതും എന്താണ് സെയിം സാധനമാണ്. അപ്പോൾ ആ ഒരു സെയിം സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. അത് പുറത്തെടുക്കാം എങ്ങനെ മാറും, ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റയെ ഞാൻ എന്ത് ചെയ്തു, പുറത്തെടുത്തു. ഇവിടെ നിന്ന് ഈ ഒരു ടേമിൽ നിന്ന് എന്താണ്, അതായത് ഈ ഒരു ടേമിൽ നിന്ന് ഈ ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ പോയ ബാക്കി ഞാൻ ഇവിടെ ആരാണ്ടാ പറഞ്ഞത്, 1 ആണ്. ആരാണ് പറഞ്ഞത്, 1 മൈനസ് ഇത്രയും വലിയ ടേമിൽ നിന്ന് എന്താണ് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ പുറത്തു വരും. ബാക്കി അവിടെ ആരേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്, സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ, സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഓൾ ഡിവൈഡ് ബൈ എന്താണ്, ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മൈനസിന് എന്ത് ചെയ്യാം, അകത്ത് കൊടുക്കണം അല്ലേ, 1. ഈ ഒരു മൈനസിന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സീക് തീറ്റയ്ക്ക് കൊടുക്കും. അപ്പോൾ എന്താവും, അത് മൈനസ് സീക് തീറ്റ.
ഈ മൈനസ് നമ്മൾ മൈനസ് ടാൻ തീറ്റയ്ക്ക് കൊടുക്കും. അപ്പോൾ എന്താവും ഇത്? പ്ലസ് ടാൻ തീറ്റ ഓൾ ഡിവൈഡ് ബൈ താഴെയുള്ള ടാൻ തീറ്റ മൈനസ് സി തീറ്റ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ട, ഞാൻ അതങ്ങനെ തന്നെ കിടക്കട്ടെ. ടാൻ തീറ്റ മൈനസ് സി തീറ്റ പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്യണേ. ഇവിടെ ഈ പ്ലസ് ടാൻ തീറ്റ എടുത്ത് ആദ്യം വരികയാണ്. പ്ലസ് ടാൻ തീറ്റ, രണ്ടാമെന്ന് പറഞ്ഞാൽ മൈനസ് സീക് തീറ്റ, അത് അതുപോലെ തന്നെ കിടക്കട്ടെ. ഈ ആദ്യം കണ്ടാണ് പ്ലസ് 1 എന്ത് ചെയ്യണം? അവസാനം കൊണ്ട് എഴുതുകയാണ്. പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ താഴെ ടാൻ തീറ്റ മൈനസ് സീക് തീറ്റ പ്ലസ് 1. എടാ നോക്കി, മുകളിലും താഴെ രണ്ടും സെയിം അല്ലേ? അതായത് ഈ ഒരു കാര്യവും സെയിം അല്ലേ? അങ്ങനെ നമുക്ക് അതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്തുകൂടെ? അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? ഫൈനൽ ആൻസർ നമുക്ക് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ എന്നൊരു ആൻസർ കിട്ടും. ടാൻ തീറ്റ പ്ലസ് എന്തെന്ന് കിട്ടൂടാ? ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഇതിൽ ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്ട? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ? പ്ലസ് സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ബൈ കോസ് തീറ്റ തന്നെയല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ എഴുതുക. ന്യൂമറേറ്റർ സൈൻ തീറ്റ പ്ലസ് 1 നമുക്ക് എങ്ങനെ തിരിച്ചെഴുതാം? 1 പ്ലസ് സൈൻ തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു RHS.